അച്ഛനും അമ്മയൊക്കെ ഭയങ്കര വലിയ പാട്ടുകാരിയാണ്. അമ്മയുടെ പാട്ടിൽ നിന്നാണ്, അമ്മയുടെ ഭക്തിയും അമ്മയുടെ പാട്ടുമാണ്. എൻ്റെ ഒരു രൂപം തന്നെയാണ് അമ്മ, എൻ്റെ അതേ ഉയരം. ഞങ്ങളൊക്കെ സെയിമാണ്. അപ്പം അമ്മ നന്നായി പാടും. അമ്മ അടിപൊളിയാണ്. അമ്മയുടെ പാട്ടാണ്, അമ്മയുടെ പല വഴികളുമാണ് എന്നെ വഴി നടത്തിക്കുന്നത്. അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് തങ്കമണി. അല്ല, രണ്ടുപേര്. ചേച്ചിയുണ്ട്. അമ്മമാരാണ് നമുക്കൊക്കെ മിക്കവാറും അല്ലേ വഴി. എന്റെ അമ്മയും ഈ പറഞ്ഞ പോലെ പാട്ട് പാടുമായിരുന്നു. അതാണ് നമുക്ക് ഒരു അത്യാവശ്യം പാട്ടൊക്കെ പാടും. അമ്മയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന്, കാരണം ഞങ്ങൾ അമ്മ പാടത്ത് പണിക്കൊക്കെ പോകും. പാടത്ത് പണിക്ക് പോകുമ്പോൾ ഞാൻ ഇപ്പം ഇത്രയേ ഉള്ളൂ വെച്ചാൽ ഇതിലും കുഞ്ഞായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു തൂക്കുപാത്രത്തിന്, കഞ്ഞി പാത്രത്തിന്. അപ്പോൾ അമ്മ എന്നെ ചേച്ചി കത്തിയൊക്കെ ചുമക്കും, എന്നെ കത്തിയൊന്നും ചുമക്കില്ല. കാരണം ഒരു കറ്റ തലയിൽ വെച്ച് പിന്നെ എന്നെ കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദൂരെ അമ്മയുടെ പാട്ട് ദൂരെ നിന്ന് കേൾക്കാം. അമ്മ ഞാറ് നടുമ്പോഴൊക്കെ അമ്മയുടെ തലയിലെ തോർത്ത് ഒരു പ്രത്യേകതയാണ്. അപ്പം അങ്ങ് മറ്റേ കണ്ടത്തിലാണ് അമ്മയുള്ളത്. അപ്പം ഞാൻ അങ്ങോട്ട് നടക്കും. അപ്പം അങ്ങോട്ട് നടക്കുമ്പോൾ ദൂരെ നിന്ന് അമ്മയുടെ പാട്ട്, ആറ്റുമാണം മേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞങ്ങുറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലിമലർക്കാവിൽ കൂത്തൊല്ലാണേ ആറ്റുമാണം മേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞങ്ങുറക്കമായേ. ഇതിങ്ങനെ അമ്മ ഇങ്ങനെ പാടും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പാടുമ്പോഴാണ് നമ്മൾ പിന്നെ പാട്ടിലേക്ക് വരുന്നു. പാടാൻ കഴിയില്ല എന്ന് വിചാരിച്ച് എന്നെ കാലവും പ്രകൃതിയും കൂടെ പാടിപ്പിക്കുന്നു. അപ്പോൾ പല സ്റ്റുഡിയോയിലും ചെന്ന് പല മ്യൂസിക് ഡയറക്ടേഴ്സും ഫോക്ക് ടൈപ്പുള്ള പാട്ടുകൾ പറഞ്ഞു വരുമ്പോൾ എനിക്ക് വളരെ എളുപ്പത്തിൽ പാടാൻ കഴിയും. കാരണം എൻ്റെ അമ്മ നന്നായി പാടുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു പാട്ടാണ്. ഇപ്പം ആരിയം നെല്ലിൻ്റെ ഓലൊന്നാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടടാ പാട്ടു കേട്ട് നീയുറങ്ങ് അക്കണ്ടം ഇക്കണ്ടം മേലത്തെ കുഞ്ഞിക്കണ്ടം ഇക്കണ്ടം നട്ട് ഞാൻ കേറിയിടട്ടെ വാരിയെടുക്കാനും താരാട്ട് പാടാനും ഏറെ കൊതിയുണ്ട് പൊൻകട്ടെ. എന്നെ ഈ പാട്ടിലും കൂടെ വീഴ്ത്തിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ പേഴ്സണൽ സോങ് ആണ്. എനിക്ക് അങ്ങനെ പാടാൻ അറിയില്ല, കേക്കട്ടെ. അറിയില്ല കേട്ടോ. ആരിയം നെല്ലിന്റെ ഓലൊന്നാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ആറ്റുമണൽ കൊത്തി താളത്തിൽ പാടണ് പാട്ടും കേട്ട് നീയുറങ്ങ്. താങ്ക് യുടാ. പാടിയൊരു പാട്ട് അതേ വേദിയിൽ തന്നെ ഒരാൾ പാടുന്നു പറഞ്ഞു. ഒത്തിരി സന്തോഷം.